ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ ഷനു സാമുവേൽ അടൂർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. റോമാലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിന്റെ പ്രാരംഭ ഭാഗത്ത് നാം ഇങ്ങനെയാണ് കാണുന്നത്: ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. 3-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഒരു ചോദ്യത്തോടുകൂടിയാണ്. എന്നാൽ യഹൂദന് എന്ത് വിശേഷത? ഈ അധ്യായത്തിൽ ചില ചോദ്യങ്ങളിലൂടെ ചില യാഥാർത്ഥ്യങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ദൈവം മുൻപാകെ യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല. വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ല. ദൈവം മുൻപാകെ എല്ലാവരും ഒരുപോലെയാണ്. അതാണ് 10-ാം വാക്യത്തിൽ പറയുന്നത്: നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. 23-ാം വാക്യം എങ്ങനെയാണ് ഓർപ്പിക്കുന്ന? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അപ്പോൾ ഈ ഭൂമിയിൽ പിറന്ന മനുഷ്യരെല്ലാവരും ഒരുപോലെയാണ്. എന്നാൽ വ്യത്യാസങ്ങൾ ഉള്ളൊരു ലോകത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. പല നിലയിലുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ മനോഭാവത്തിൽ തന്നെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ദൈവം മുൻപാകെ വിലയിരുത്തുമ്പോൾ അതൊക്കെ നമ്മുടെ മിഥ്യാചിന്തകളാണ്. ദൈവം മുൻപാകെ എല്ലാവരും ഒരുപോലെയാണ്. ദൈവം മുൻപാകെ വലിപ്പ ചെറുപ്പമില്ല. യഹൂദൻ അവകാശപ്പെടാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ചോദിക്കുകയാണ്, യഹൂദൻ എന്ത് വിശേഷത? പ്രിയപ്പെട്ടവരെ, നമുക്കത് ചിന്തനീയമായ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുമ്പോൾ ഞാൻ ആരാണ് വാസ്തവത്തിൽ? എനിക്ക് എന്താണ് വിശേഷതയുള്ളത്? ഞാൻ പറയുന്ന അവകാശവാദങ്ങളൊക്കെ വാസ്തവത്തിൽ എന്താണ്? ദൈവം മുൻപാകെ വിലയിരുത്തുമ്പോൾ ഈ ആയുസ് ദൈവത്തിന്റെ ദാനമാണ്. ഈ ആരോഗ്യം ദൈവത്തിന്റെ ദാനമാണ്. ഈ അനുഭവിക്കുന്ന നന്മകളെല്ലാം ദൈവം ദാനമായി തന്നിട്ടുള്ളതാണ്. നമുക്ക് നമ്മുടേതെന്ന് പറയാൻ എന്താണുള്ളത്? നാം ഒന്നും കൊണ്ടുവന്ന് ഈ ഭൂമിയിലേക്ക് വന്നവരല്ല. ഇവിടെ നമുക്ക് ജീവിക്കാൻ ദൈവം തരുന്ന എല്ലാ നന്മകളാണ്. എന്നാൽ അവിടെ ഒരു യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയാണ് 24-ാം വാക്യത്തിൽ: അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെട്ടത്. നമുക്ക് ഈ നന്മകളൊക്കെ ലഭിച്ചത് യേശു ക്രിസ്തു മുഖാന്തരമാണ്, ദൈവത്തിന്റെ കൃപയാലാണ്. അത് ചിന്തിക്കാൻ ഇടയായി തീരണം. നമുക്ക് ലഭിക്കുന്ന ഓരോ നന്മകളും ദൈവത്തിന്റെ ദാനമാണ്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആ സ്വർഗീയമായ അവകാശം നമുക്ക് മടക്കി തന്നു. നാം നീതിമാന്മാരല്ല, പാപികളായിരുന്നു. നാം ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരായിരുന്നു. നിത്യ നരകത്തിന് വിധിക്കപ്പെട്ടവരായിരുന്നു. അങ്ങനെയുള്ള എന്നെയും നിങ്ങളെയും യേശു ക്രിസ്തു മൂലം വീണ്ടെടുത്ത് ദൈവമക്കളായി തീർത്ത് സ്വർഗീയമായ നന്മ തന്ന് വാസ്തവത്തിൽ നമ്മെ ദൈവം ഓരോ ദിവസവും തൻ്റെ കരം പിടിച്ച് നടത്തുകയാണ്. ആ കർത്താവിൻ്റെ കരങ്ങളിലല്ലെങ്കിൽ നാം സുരക്ഷിതരല്ല. ആ കർത്താവ് കരുതിയില്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുകയില്ല. ആ ദൈവത്തിന്റെ സഹായമില്ലാതെ ഒരു ചുവട് പോലും എടുത്തു വെക്കാൻ കഴിയില്ല. ആ ദൈവീകമായ സാന്നിധ്യമില്ലാതെ ഈ വല്ലാത്ത ലോകത്ത് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. എന്നാൽ പലപ്പോഴും നമ്മളൊക്കെ എന്തൊക്കെയോ ഉണ്ടെന്ന് അവകാശപ്പെടുന്നവരാണ്. എന്നാൽ ദൈവം മുൻപാകെ എന്ത് വിശേഷതയാണ് നമുക്കുള്ളത്? ഒന്നുമില്ല, അശേഷമില്ല എന്നാണ് അവിടെ പറയുന്നത്. 9-ാം വാക്യം തന്നെ പറയുന്നുണ്ട്: യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാവുന്നു എന്ന് നാം മുമ്പേ തെളിയും. എല്ലാവരും ഒരുപോലെ.
നീതിമാൻ ആരുമില്ല. നമുക്ക് എന്ത് നീതിയാണ് വെളിപ്പെടുത്താനുള്ളത്? നമ്മെ തന്നെ ദൈവം മുൻപാകെ വിനയപ്പെടുത്താം. നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്. നമുക്ക് ദൈവം മുൻപാകെ താഴാം. ഈ ആയുസ്സും ആരോഗ്യവും ഈ നന്മകളും ദൈവം നമുക്ക് തന്നതാണ്. ദൈവം നമ്മെ കരുതുന്നതാണ്. ദൈവം തന്നില്ല എങ്കിൽ നമുക്കൊന്നുമില്ല. വാസ്തവത്തിൽ നമുക്ക് എന്ത് വിശേഷതയാണുള്ളത്? ഓരോ നിമിഷങ്ങളും ദൈവത്തിന്റെ ദാനമായി നാം അനുഭവിക്കുന്ന നന്മകൾ ഒന്നും മറന്നു പോകാനിടയാകരുത്. ഇവിടെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് സൗജന്യമായി നീതീകരണം ലഭിച്ചവരായ ദൈവമക്കൾ, അതെത്രയോ വലിയ ഭാഗ്യമാണ്. അത് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചതാണ്. ആ പാപത്തിന് കീഴിലായിരുന്ന നമ്മളെയാണ്, ആർക്കും വേണ്ടാത്ത, ഒന്നിനും കൊള്ളാത്ത നമ്മളെയാണ് ദൈവം തേടി വന്ന് സ്നേഹിച്ച് ആ കാൽവരിലെ ക്രൂശിലെ രക്തം മുഖാന്തരം പാപത്തിന് പരിഹാരം വരുത്തി ദൈവമക്കളാക്കി തീർത്തത്. ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ നന്മയല്ലേ നാം അനുഭവിക്കുന്നത്? അതിൻ്റെ അനുഗ്രഹങ്ങളല്ലേ നാം ഇന്ന് അനുഭവിക്കുന്നത്? അതിൻ്റെ വലിയ ഭാഗ്യത്തിന്റെ അംശികളായിട്ടല്ലേ നാം തീർന്നത്? അങ്ങനെയുള്ളൊരു അവസ്ഥ നമുക്കുള്ളപ്പോൾ നമുക്കെന്ത് വിശേഷത? നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം. ദൈവം മുൻപാകെ നമ്മെ വിനയപ്പെടുത്താം. കർത്താവിന്റെ മുൻപിൽ ദൈവം മുൻപാകെ നാം നമ്മെ തന്നെ പരിശോധിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് ഈ വാക്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത്. യഹൂദൻ അവകാശപ്പെടാൻ ഞാൻ ഓർപ്പിച്ചതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അവന് ഒത്തിരി പാരമ്പര്യങ്ങളുണ്ട്. അവൻ അവകാശപ്പെടാനുള്ള പ്രമാണങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ദൈവം മുൻപാകെ വിലപ്പോകുന്നില്ല. കാരണം ദൈവം, സ്നേഹവാനായ ദൈവം, വിശ്വാസത്താൽ തൻ്റെ മക്കളെ നീതീകരിച്ച് ദൈവമക്കളാക്കി തീർത്ത് ദൈവീകമായ സ്വർഗീയമായ അവകാശത്തിന് ഓഹരിക്കാരും പങ്കുള്ളവരുമാക്കി തീർത്ത ദൈവകൃപയുടെ മഹത്വം അത് തിരിച്ചറിയുന്നവരാണ് നാം ഓരോരുത്തരും. അങ്ങനെ തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മെ തന്നെ ദൈവം മുൻപാകെ താഴ്ത്തുവാനും വിനയപ്പെടുത്തുവാനും കഴിയുന്നത്. ഒന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, ഓരോ നിമിഷങ്ങളിലും എനിക്ക് എന്ത് വിശേഷതയാണുള്ളത്? എൻ്റെ ജീവിതത്തിലെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവീക നന്മകളാണ്. അത് അനുഭവിച്ച് നന്ദിയുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം. അവിടുന്ന് ഞങ്ങൾ വീണ്ടെടുത്തതിനായി സ്തോത്രം. അവിടുത്തെ മക്കളാക്കി സ്വർഗീയമായ നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് തന്നല്ലോ കർത്താവേ. ഞങ്ങൾ അവിടുത്തെ മുൻപാകെ ഏറ്റവും താഴുന്നു. ഞങ്ങൾക്കൊരു യോഗ്യതയില്ല. അവിടുന്ന് ഞങ്ങൾക്ക് തന്ന എല്ലാ സ്വർഗീയ നന്മകൾക്കായിട്ട് സ്തോത്രം. അതനുഭവിക്കുമ്പോൾ വിശ്വസ്തരായി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഈ ദൈവിക സ്നേഹം യഥാർത്ഥമായ ജീവിതത്തിൽ മനസ്സിലാക്കാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിലും ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കുവാൻ, സ്വർഗമഹിമ വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്ന് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്കായി ജീവിക്കുന്ന കർത്താവിങ്കിൽ ആശ്രയിപ്പാൻ അവിടുന്ന് കൃപ നൽകണമേ. ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം, നന്മകൾക്കായിട്ട് സ്തോത്രം. നന്ദിയുള്ളവരായി ജീവിപ്പാൻ അടിയങ്ങളെ അവിടുന്ന് സഹായിക്കണം. ഇന്നത്തെ ദിവസവും അവിടുത്തെ നന്മ അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കണം. ഞങ്ങളുടെ യാത്രയിലും ആവശ്യങ്ങളിലും ജീവിതത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിലും സ്വർഗീയ നന്മകൾ ധാരാളം അനുഭവിച്ചുകൊണ്ട് നന്ദിയോടെ ജീവിപ്പാൻ കൃപ നൽകണം. മഹത്വമെല്ലാം അങ്ങയ്ക്ക് തരുന്നു, യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.